നമസ്കാരം. കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറിയുടെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. വിജുച്ചേട്ടാ, എപ്പിസോഡ് തുടങ്ങാൻ സമയത്ത് ഉമ്മ വെച്ചോണ്ടിരിക്കണത് നാണക്കേട്. അയ്യോ ദേവിക അറിഞ്ഞില്ലേ? എന്ത്? ഇപ്പഴത്തെ സിനിമയുടെ പേരൊക്കെ കേട്ടിട്ടുണ്ടാ? എന്തൊക്കെയാ? പള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. ഇപ്പൊ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചില്ലേ? ആക്ഷൻ മനസ്സിലായില്ലേ? ആക്ഷൻ മനസ്സിലായി. അത് ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾക്കാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. അതിന്റെ പേരെന്താന്നറിയാമോ? ഉമ്മാന്നല്ല, പിന്നെ മുത്തുഗൗ. പുതിയ പടം. ആ സിനിമയുടെ പേര് മുത്തുഗൗന്നാ. സിനിമയുടെ ഞാൻ അത് ആലോചിച്ചിട്ട് ഉമ്മ ഓരോരുത്തർക്ക് ഏത് സ്റ്റൈല് ഉമ്മ വേണമെന്ന് പഠിച്ചോണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ. പ്ലെയിൻ ക്ലിസ്, ഇങ്ങനത്തെ ക്ലിസ്, അങ്ങനെ കിസ്. ഓക്കെ, കിസ്ക്ക് കിസ്. ഞാൻ ഓരോ ഉമ്മകൾ ഇങ്ങനെ വെറൈറ്റി ഉമ്മകൾ വിതറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ബിജു ചേട്ടന് 6th സെൻസ് ഉണ്ട്. അതെങ്ങനെ? അല്ല, ഇന്ന് നമുക്ക് വരാൻ പോകുന്നത് മുത്തുഗൗല താരങ്ങളാണ്. ഞാൻ പറഞ്ഞ സിനിമയിലെ അതെ, മുത്തുഗൗല താരങ്ങളാണ് ഇന്ന് കോമഡി സൂപ്പർ നൈറ്റിൽ അതിഥികളായിട്ട് വരാൻ പോകുന്നത്. അയ്യോ, അപ്പൊ ക്ലിസിന്റെ ബഹളം. നമുക്ക് അവരെ തന്നെ വിളിക്കാല്ലേ? അതെ, എന്താണ് ഈ പേരിന്റെ അർത്ഥം? വേറെ എന്തെങ്കിലും ആണോ ഉദ്ദേശിക്കുന്നൊക്കെ ചോദിക്കാല്ലേ? അപ്പൊ എന്തായാലും വിളിക്കട്ടെ. എന്തായാലും ഇവരൊക്കെ ഭാഗ്യം ചെയ്യാ പിള്ളേരാണ് കേട്ടോ. അതെന്താ? മൊത്തം ക്ലിസ് ആയിരിക്കുള്ളൂ. ഞാൻ അവരെ വിളിക്കട്ടെ. നമുക്ക് നേരിട്ട് ചോദിക്കാല്ലേ? ഓക്കെ. കോമഡി സൂപ്പർ നൈറ്റ് വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം അർദ്ധന, ഒപ്പം അരുൺ. ഹലോ അരുൺ. നമസ്കാരം. നമസ്കാരം. അങ്ങനെ അരുൺ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് കുടുംബത്തിൽ നിന്നും ഒരു അംഗമാണ് ഞാൻ അടുത്തതായിട്ട് മലയാള സിനിമയിലേക്ക് ഇതാ കാല് വെച്ചു കഴിഞ്ഞു അല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. ഫ്ലവേഴ്സ് എന്നൊരാൾ നമ്മളെ കുടുംബത്തിൽ നിന്ന് ഒരാൾ സിനിമയിലേക്ക് എത്തിപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അത് നായികയായിട്ട് അതിനൊരു നല്ലൊരു കയ്യടി. രണ്ടുപേരും മുത്തുഗൗ എന്ന പുതിയ സിനിമയുടെ വിശേഷം പങ്കുവെക്കാനാണ് കോമഡി സൂപ്പർ നൈറ്റ് വേദിയിൽ എത്തിയിരിക്കുന്നത്. പറയൂ മുത്തുഗൗവിന്റെ വിശേഷങ്ങൾ.
ആര് പറയണോ ആദ്യം? എല്ലാവർക്കും വേണമെങ്കിലും തുടങ്ങാം. നായികയാണ് ആദ്യം തുടങ്ങേണ്ടത്. അതെ അതെ നായിക തുടങ്ങിക്കോ. സ്ഥിതിക്ക് ലേഡീസ് ഫസ്റ്റ് അല്ലേ? എല്ലാം കൊണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് നായികയും. അപ്പൊ നമ്മുടെ മൂവി ഇപ്പൊ റിലീസായി. കേൾക്കുന്നതൊക്കെ നല്ല റെസ്പോൺസ് ആണ്. ദൈവം അനുഗ്രഹിച്ച്. അതെ അതെ അതെ. ചീത്ത കേട്ടാലും പറയൂല, അത് വേറെ കാര്യം. പക്ഷെ നല്ലതാണ് കേൾക്കുന്നത്. എല്ലാവർക്കും ഇപ്പൊ നമ്മൾ ഒരു വെറൈറ്റി ജോണറിലുള്ള ഒരു മൂവിയാണ്. കേപ്പർ ത്രില്ലർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി പെടുന്ന ഒരു മൂവിയാണ്. കുറച്ചു പേർക്ക് അത് അറിയില്ല കേട്ടോ. നമ്മുടെ ജിഗർദണ്ഡ ടൈപ്പ് ആ ഒരു ടൈപ്പാണ് നമ്മുടെ മൂവി. അപ്പോ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഓരോ ക്യാരക്ടറിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ മൂവിയിൽ. ഓക്കേ, നമ്മൾ പോസ്റ്റേഴ്സ് കണ്ടപ്പോൾ തന്നെ ഒരു വ്യത്യാസമുണ്ട്. കാരണം ബാക്കിയുള്ള പോസ്റ്റേഴ്സ് കാണുന്നത് പോലെയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പേര് തന്നെയാണ്. മുത്തുകൗ എന്നുള്ളതാണ് പേര്. രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ ഗോകുൽ ഹീറോ ആയിട്ട് വരുന്നത് നമ്മുടെ ഗോകുൽ സുരേഷാണ്. നമ്മുടെ സുരേഷ് അങ്കിളിന്റെ മകനാണ്. എന്താണ് ഈ മുത്തുഗൗ എന്ന് പേരിടാനുള്ളത്? മുത്തുഗൗ എന്ന് പറഞ്ഞാൽ ഉമ്മ വയ്ക്കുക അങ്ങനെയൊക്കെ ഇത് തന്നെയാണ്. അങ്ങനെയാണ്. ഉമ്മ ഉണ്ടാക്കുന്ന കഥയാണ് മുത്തുഗൗ. ഫുൾ ട്വിസ്റ്റ് ഒരു ഉമ്മയിലാണ്. എന്റെ ദൈവമേ, ആദ്യമായിട്ടാണ് കേട്ടോ അത് കേൾക്കുന്ന. ഒരു ഉമ്മയില് അതാണ് ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല. നമുക്ക് അടുത്ത ഇതിന്റെ അല്ല, ഉമ്മ വെക്കണം എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഫ്യൂച്ചറിന് ഈ സിനിമയിൽ പല സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നു കുറെ സ്ഥലങ്ങളിൽ ഈ ഉമ്മ ആയിട്ട് ബന്ധപ്പെട്ട കുറെ സീനുകളും അങ്ങനെയുള്ള സീക്വൻസുകളൊക്കെ ഉണ്ടെന്നുള്ളല്ലേ? നായികയാണ്. അപ്പൊ അതുകൊണ്ട് ഉമ്മ ഉണ്ടോന്ന് ചോദിക്കേണ്ടത്. അത് ഞാൻ ഉദ്ദേശിച്ചത് നായികനെ മാത്രം ഉമ്മ വെക്കുന്ന ഒരു സംഭവമല്ല. പലരും ഈ നായികയ്ക്ക് ഉമ്മ കൊടുക്കുന്നത് വിചാരിച്ചുകൊണ്ട് പോയി അതാണ്. അതെ, ഉമ്മ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും തമാശകളും ഒക്കെയാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യത്തില്ല. ഉമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി വിചാരിക്കും റൊമാൻറ്റിക് മൂവിയാണ്, റൊമാൻസ് ആണ്. ഒരിക്കലും അല്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. തീർച്ചയായും അത് കണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇവർ അധികം ഒന്നും വിട്ടു പറയുന്നില്ല എന്താണെന്ന്. കാരണം നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ട് മനസ്സിലാക്കിയാൽ മതി എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ്. ഒരിക്കലും വിട്ടു പറയാൻ പറ്റത്തില്ല. എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സിന്റെ പേരും അതുപോലെ ആരൊക്കെ അഭിനയിക്കുന്നുണ്ട് കൂടെ? എന്റെ ക്യാരക്ടറിന്റെ പേര് ടോണി എന്നാണ്. ഗോകുലിന്റെ ക്യാരക്ടറിന്റെ പേര് ഭരത് എന്നാണ്. ഇത് ഗംഗ. പിന്നെ ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാ ക്യാരക്ടേഴ്സിന്റെ പേര് ഡിഫറെന്റ് ആണ്. നമ്മൾ ബൈജു ചേട്ടൻ ചെയ്തേക്കുന്ന ക്യാരക്ടറിന്റെ പേര് എന്ന് പറയുന്നത് പടയപ്പ എന്നാണ്. സൗബീൻ ചേട്ടന്റെ പേര് കുമാരി എന്നാണ്. ഹരീഷന്റെ പേര് പുത്തരി എന്നാണ്. കുമാരി പുത്തരി രണ്ടുപേരും ഒരു ടീമാണ്. ഇതിലെ മെയിൻ വില്ലന്റെ പേര് റാംബോ എന്നാണ്. റാംബോ അതിന്റെ ഒറിജിനൽ പേര് പക്ഷെ എനിക്ക് ഞാൻ ഈ സിനിമ റിലീസ് ആവണേക്ക് മുമ്പ് തന്നെ നമ്മുടെ ഫ്രൈഡേ ഫിലിംസിൽ പോയിട്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഡബ് ചെയ്യണേക്ക് മുമ്പ് കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാ. കാരണം ഭയങ്കര രസമുള്ളൊരു സിനിമയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ വിജയ് ബാബുച്ചാറിന്റെ ഗെറ്റപ്പാണ്. അതൊന്ന് കാണണം. പുള്ളി സംസാരിക്കണ്ട, കണ്ടാ ചിരി വരും നമുക്ക്. ശരിക്കും അരുണിന്റെ ക്യാരക്ടറിന് എന്തെങ്കിലും വ്യത്യാസത ഉണ്ടോ? കാരണം ഓരോരുത്തരുടെ ഗെറ്റപ്പ് എല്ലാം വ്യത്യാസമാണ്. അപ്പം ഗൂഗിളിന്റെ ഫ്രണ്ട് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ക്യാരക്ടറിന്? സ്പെഷ്യാലിറ്റി ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഗൂഗിള് ഓരോ പ്രശ്നത്തിൽ ചെന്ന് ചാടും. മെയിൻ പ്രശ്നം ഉമ്മ കൊടുപ്പാണ്. അത് നായിക വെറുതെ പറയുന്നത്. നായികന്റെ കൂട്ടുകാരനായതുകൊണ്ട് അല്ല. ഇതേപോലെ ഓരോ പ്രശ്നങ്ങൾ ചെന്ന് ചാടുമ്പോഴത്തേക്കും മോസ്റ്റ്ലി ആ സ്ഥലത്തുനിന്ന് അവനെ എസ്കേപ്പ് ആക്കിക്കൊണ്ട് പോകുന്ന കൂട്ടുകാരനാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഫസ്റ്റ് വന്ന് ഒപ്പീനിയൻ ചോദിക്കുന്ന ടോണിയുടെ അടുത്താണ്. ഈ പ്രശ്നം മൊത്തം ഉമ്മയാണോ? അതാണല്ലോ അതുകൊണ്ടാണ് ഇത്ര എക്സ്പേർട്ട് ആയിട്ട് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നത്. അല്ല, ഈ നമ്മുടെ അരുൺ ശരിക്കും പറഞ്ഞ ഈ സിനിമയിലേക്ക് വന്നത് എങ്ങനെയാണ്? ഇതിന്റെ ഡയറക്ടർ അരുണിന്റെ വേറെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മള്. ലാലേട്ടന്റെ കൂടെ ഉള്ള പടങ്ങളും അതുപോലെ തന്നെ വേറൊരു സുരേഷ് ഗോപി ചേട്ടന്റെ ചെറുപ്പ കല അഭിനയിച്ചില്ലേ? അതുകൊണ്ടാണ് മോന്റെ പടത്തില് കൂട്ടുകാരനായിട്ട് ആണോ? അല്ലല്ല, ഞാൻ ഇതിന്റെ ഡയറക്ടർ വിപിൻ ചേട്ടനും നമ്മള് ഒരുപാട് നേരത്തെ 2 ഷോർട്ട് ഫിലിംസ് ഒരുമിച്ചായിരുന്നു. ഞാനും അജു ചേട്ടനും കൂടെ ആയിട്ട് ഉണ്ണിമൂലം എന്ന ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അതിന്റെ ബാക്കപ്പിലാണ് നമ്മൾ ഈ മൂവിയിലേക്ക് വന്നത്. നമ്മൾ
പ്രീ പ്രൊഡക്ഷൻ തൊട്ടേ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് തൊട്ടേ നമ്മൾ ഒരുമിച്ചിരുന്ന് വർക്ക്ഔട്ട് ചെയ്ത ഒരു സ്ക്രിപ്റ്റാണ് ഇത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വേഷമാണ് കിട്ടിയാണ്. അതെ തീർച്ചയായിട്ടും. എന്തായാലും നമ്മൾ സൂപ്പർ സ്റ്റാറിന്റെ മകന്റെ ആദ്യത്തെ പടം സുരേഷ് ഗോപിയുടെ മകൻ അഭിനയിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അതൊരു വലിയ വാർത്തയായിരുന്നു. ഇനി അതെല്ലാവരും തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഫസ്റ്റ് മൂവിയിൽ? ഇത് ഫസ്റ്റ് മൂവി അല്ല, ഇതിന്റെ മലയാളം ഡെബ്യൂ ആണ്. ഓക്കെ, തെലുഗുലായിരുന്നു എന്റെ ഫസ്റ്റ് മൂവി. മലയാളം കിടന്ന് അങ്ക പോയിട്ട് സീതാമ്മ അന്താലു രമയ്യ ചിത്രാലു എന്നാണ്. സീതാമ്മ അന്താലു രാമയ്യ ചിത്രാലു. സീതാമ്മ അന്താലു രാമയ്യ ചിത്രാലു. ഇതിന്റെ അർത്ഥം എന്താ? ഇതാണ് അത്. ഈ സീത ഭയങ്കര സുന്ദരിയാണ്. അപ്പോ സീതയെ സ്വന്തമാക്കാൻ വേണ്ടി രാമൻ ചെയ്യുന്ന ക്രേസിനെസ് എന്നാണ് ആ ടൈറ്റിൽ വരുന്നത്. സീത ഞാനാണ്. രാമനാരാണ്? രാമൻ ഭയങ്കര ക്രേസിയാണ്. സീതയോടുള്ള പ്രണയത്തിൽ ഇങ്ങനെ അന്ധമായി. അതാണ് ആ ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഭയങ്കര തെലുങ്ക് അറിയണ ഒരാളുണ്ട് കേട്ടോ, ബിജുക്കുട്ടൻ ചേട്ടൻ. ആണോ? പിന്നെ ഇവിടെ വരുന്ന മലയാളം അറിയാത്തവരെ കൈകാര്യം ചെയ്യുന്ന ചേട്ടനാണ്. കാരണം നമുക്ക് ചോദിക്കാലോ. തെലുങ്കാണോ ആദ്യത്തെ സിനിമ? തെലുങ്കാണോ? തെലുങ്കിൽ സംസാരിച്ചോളൂ, നമ്മള് തൽക്കാലം പറയുന്നത്. ആദ്യത്തെ സിനിമ തെലുങ്കിലു నీకేంటి ఇప్పించ ഡോട്ടോ ഇല്ല, അവിടെ നിൽക്കുന്നോ. ఏంటి ఇది ఏంటి ఇది ఏంటి ఇది എന്തിനാ അവിടെ നിക്കണതെന്ന്? ശ്രീഹള്ളി പോളം. അപ്പൊ രണ്ടുപേർക്കും ഒരു അടിപൊളി സ്കിറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ അവിടെ ചെന്നിരുന്ന് എൻജോയ് ചെയ്തോളൂ. ഒരുപാട് ചിരിക്കാൻ തയ്യാറാണെങ്കിൽ ഗസ്റ്റ് സീറ്റും റെഡിയാണ്. താങ്ക് യു. നീ എന്നെ ഇടച്ച് വലിച്ചു കെട്ടാ കൊട്ട്. എടാ തെങ്ങിന്റെ മണ്ടാ കയറി തേങ്ങ ഇടാനാ കരിക്കിടാൻ പറഞ്ഞല്ല. എടാ തോരണം വലിച്ചേട്ടാ സിനിമാ നടനൊക്കെ വരുന്ന പരിപാടിയാ. അല്ല പിന്നെ പെട്ടെന്ന് എത്തപ്പൂക്കളെ വിടും. മത്സരം നടക്കാം, ഫസ്റ്റ് വേണേ മതി. പ്രിയമുള്ള കലാസ്നേഹികളെ, നമ്മൾ ഈ ക്ലബിന്റെ സ്പോർട്സ് ക്ലബിന്റെ നമ്മുടെ ക്ലബിന്റെ പേര് പറ. അത് കാര്യമില്ലല്ലോ, പേര് പറയാതെ എങ്ങനെയാ ചേട്ടാ പരിപാടി നടത്തുന്നത്? ക്ലബിന്റെ പേര് പറ. ചേട്ടനെ കൊണ്ടേ പറ്റുമോ പേര് പറയാന്? ആണല്ലേ? പറഞ്ഞോ. നമ്മുടെ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ എന്റെ അമ്മോ അയ്യോ മതി ഇന്ന പേര് പറയണ്ട. അങ്ങനെ ആ ക്ലബിന്റെ ഓണാഘോഷവും മറ്റ് കലാപരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് മറ്റൊരു പ്രത്യേക അറിയിപ്പ് തന്നെ, നമ്മുടെ കലാപരിപാടി ഉച്ചയ്ക്ക് ശേഷം ലളിതഗാനം, കഥാപ്രസംഗം, അങ്ങനെയുള്ള പല പരിപാടികളുണ്ട്. അതിലൊക്കെ പങ്കെടുക്കാനുള്ളവർ ദയവ് ചെയ്ത് അവിടെ 1 രൂപ അടച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പിന്നെ പെൺകുട്ടികൾ പേര് രജിസ്റ്റർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അവരുടെ മൊബൈൽ നമ്പർ കൊടുത്തേക്കണം. ഇല്ലെങ്കിൽ അവൻ ഫോൺ നമ്പർ വെക്കത്തില്ല, കട്ട് ചെയ്ത് കളഞ്ഞോളെ. ചേട്ടാ മൊബൈൽ നമ്പർ എന്തിനാ? മൊബൈൽ നമ്പറിലേക്ക് അവൻ പരിപാടി കയറ്റത്തില്ല, അവൻ കട്ട് ചെയ്ത് അവനെ ഈ മൊബൈൽ നമ്പർ വേണ്ടി മാത്രം സെക്രട്ടറി സ്ഥാനം. എന്താണ് നിന്നോട് ആരും മൈക്കിൽ അനൗൺസ് ചെയ്യാൻ? അത് എനിക്ക് വയ്യ അനൗൺസ് ചെയ്തൂടെ? ഞാൻ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കാം, അല്ല പ്രസിഡന്റായ നീയല്ല, മനസ്സിലായല്ലേ? അതെ, അനൗൺസ് ചെയ്തത് നിങ്ങൾ ഇവിടെ കാണണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ക്ലബിനെ പോയിട്ട് ഇവിടെ ഉടക്കുണ്ടാക്കി. ഇവിടുത്തെ സെക്രട്ടറിയാണ്, ഞാനിവിടെ സെക്രട്ടറി. നിങ്ങൾ രണ്ടും അനൗൺസ് ചെയ്യണ്ടെന്ന് നിങ്ങൾ ചെയ്താൽ ശരിയാവത്തില്ല. ഇപ്പോഴേ ഇങ്ങനെ അടിയാണ്, പിന്നെ എങ്ങനെ പരിപാടി മുന്നോട്ട്? അതെ, ക്ലബിന്റെ സെക്രട്ടറി ആണ് ഞാനെങ്കിൽ ഞാൻ തന്നെ ഇവിടെ അനൗൺസ് ചെയ്തിരിക്കും. ചെയ്യണ്ട. ഞാൻ മിണ്ടുന്നില്ല. ഇവിടെ നല്ലൊരു ചേട്ടനുണ്ട്, നമുക്ക് ഇല്ല ചേട്ടനെ കൊണ്ട് അനൗൺസ് ചെയ്യിപ്പിക്കാം. ഈ ക്ലബിന്റെ വനിതകളുടെ പ്രസിഡന്റ് ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും അനുസരിച്ചേ പറ്റൂ. എന്നാ വനിതാ പ്രസിഡന്റ് കാര്യം നടക്കട്ടെ. വരുന്നൊക്കെ അനുഭവിക്കാൻ തയ്യാറാക്കി. ഇവരെ കൊണ്ട് അനൗൺസ് ചെയ്യിപ്പിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. 100 വട്ടം ഞാൻ പറഞ്ഞത്, ഇത് വേണ്ട. അതൊക്കെ കേൾക്കാതെ തട്ടി പൊട്ടിക്കാതെ. ഹലോ ഹലോ പ്രിയമുള്ളവരെ, ആസാൻ പോസ്റ്റ് ക്ലബിന്റെ ആദ്യം പറഞ്ഞത് ആസാൻ പോസ്റ്റ് ക്ലബിന്റെ ഈ വർഷത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് കൃത്യം 2:30 ശേഷം ചീത്തവിളി മത്സരം ഉണ്ടായിരിക്കുന്നതാണ്. ഞാനും പ്രസിഡന്റ് തമ്മിൽ ചെറിയ ഉടക്കൊക്കെ ഉണ്ട് എങ്കിൽ വിചാരിച്ച് ഇവിടെ ചീത്തവിളി മത്സരം ഉണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞേക്കാം. ആവശ്യമില്ലാതെ എന്റെ വയറ്റിന് വേണം, എന്റെ വയൽ തന്നാവിനാ കേട്ടോ. അയ്യോ, ഇവ നേരെ പറയുന്നത് മനസ്സിലാവും, പിന്നെ നീ ഞാൻ പറയുന്നത് മനസ്സിലാവും. പോരാക്കാം. അല്ല പിന്നെ മാന്യമായിട്ട് ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ദേവി ഇടയ്ക്ക് ബഹളം ഒന്നും ഉണ്ടാക്കല്ലേ. നീ പോകാം, മീശ ഇല്ലാത്തവന് പെണ്ണിന്റെ മുഖം കൊണ്ട് നടക്കണം. നീ നേരെ മറ്റു വെക്കാൻ കേട്ടോ. നീ വന്നാട്, നീ വന്ന് സെക്രട്ടറി വന്ന്.
8:30 നാടകം തുടങ്ങേണ്ടത്. മറ്റേ അവരെല്ലാം ഡയലോഗ് പഠിച്ചിട്ടുണ്ട്. അതല്ല, അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. കഴിഞ്ഞ വർഷം നാടകം നീ ഒറ്റ ഒരുത്തനായിട്ട് കുളമാക്കിയത്. ഈ പ്രാവശ്യമെങ്കിലും കുഴപ്പമില്ല, നടത്തി തന്നെ എന്റെ പൊന്ന് സജീവ. നടത്തിത്തരാം. വേറെ കാര്യം ചെയ്യണം, നമ്മളെ ശാർങ്ങധരനാശാൻ ക്ലബിന്റെ വാർഷികം ഒന്ന് പറഞ്ഞാൽ മതി. എനിക്ക് അല്ലെന്ന ശാർങ്ങധരാശാന്റെ ജുബ്ബ, പണ്ടിട്ട ജുബ്ബ, പിന്നെ ആ മുണ്ട്, പിന്നെ അദ്ദേഹത്തിന്റെ കണ്ണട, അന്ന് വെള്ളം കുടിച്ച കുടം, ഇതെല്ലാം നമ്മൾ അത് ഞാൻ അതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന. ബാക്കിയുള്ള കാര്യത്തിൽ നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഉദ്ഘാടനത്തിന് ഞാൻ സിനിമ തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. അറിയാല്ല, തിരക്കുള്ളൊരു നടനാണ്. ലൊക്കേഷൻ നേരെ ഇങ്ങോട്ടാണ് വന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളി വരും, പത്രദീപം കൊടുത്തും 2 വാക്ക് സംസാരിക്കും, പെട്ടെന്ന് അങ്ങ് പോയേക്കും. കുഴപ്പമില്ല. എടാ മറ്റേ നാടകം തന്നെ അവരൊന്ന് ഡയലോഗ് പഠിപ്പിക്കണം. അവനാണ് മൊത്തവും തെറ്റിക്കുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്ത കുഴപ്പമില്ല. വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, നീ ചെന്നിട്ട് നമ്മളെ ലേലം വിളിക്കാനുള്ള സംഭവം അതെല്ലാം ഞാൻ എടുത്തോണ്ട് ആ സംഭവം എടുത്തോണ്ട് ചിമപ്പന്നി നാടകം കൃത്യമായിട്ട് കളിച്ചോളണേ, തെറ്റിക്കരുത്. നീ കഴിഞ്ഞ വർഷം നീയാണേ കുളമാക്കിയത്. നാടകത്തിൽ മാത്രമല്ല ഞാൻ മറ്റേ ഗുണ്ട. എന്റെ ജീവിതത്തിൽ ഞാൻ ഗുണ്ട അറിയാം. മര്യാദയ്ക്ക് കളിയാണ് അവിടെ. ഞാൻ പറ്റി ആടി കൂടെ അടച്ചും ആവശ്യമില്ലാതെ ഡയലോഗ് എല്ലാം പഠിച്ചോ. എടാ ഞാൻ ഇത്ര ഡയലോഗ് പഠിക്കുന്നത്. അല്ല, കഴിഞ്ഞ വർഷത്തെ അറിയാമല്ലോ, അനുഭവം അറിയാമല്ലോ. എനിക്ക് ഉമ്മ കിടന്ന് അടി കൊള്ളാനൊന്നും വയ്യ. എടാ ഞാൻ തട്ടേ കയറുമ്പോ മട്ട് മാറുന്നു. ആ തട്ടക്കാരൻ നിന്റെ മട്ടല്ല പറഞ്ഞ, നാട്ടുകാരെ മട്ടാ മാറുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ എത്ര അടിവാരി കൂട്ടിയെന്ന് അറിയാവോ? അതെ, എന്റെ കുറ്റം കൊണ്ടാണ്. എന്റെ കുറ്റം കൊണ്ടാണോ? എടാ നാടകത്തിലെ സംഘടന രംഗത്തിന്റെ ഇടയ്ക്ക് നീ അല്ലടാ എന്നെ ഫ്രണ്ട് ഇരുന്ന ഒരു പെങ്കുച്ചിനെ സാരി വലിച്ചുരിഞ്ഞത്. എടാ അതിനെ കഷ്ടം വലിച്ചിട്ടാണ്. നിനക്ക് കട്ടന സാരി അത്രയ്ക്ക് തിരിച്ചറിഞ്ഞൂടെ? നാട്ടുകാർ കണ്ണി മുളക് പൊടി അടിച്ച പിന്നെ കട്ടന ഏതാ സാരി എന്ന് എനിക്ക് അറിയാൻ പറ്റും. ജീവനം കൊണ്ട് ഓടാൻ നോക്കിയല്ലേ? ആ അതപ്പോ നിന്റെ കുഴപ്പം കൊണ്ട് അടിയുണ്ട്, എന്റെ കുഴപ്പം കൊണ്ടൊന്നും അടിയുണ്ട്. എന്റെ കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യ്, നീ കറക്റ്റ് ഡയലോഗ് പറഞ്ഞത് പ്രശ്നമൊന്നുമില്ല. എനിക്ക് അറിയാലോ, നാടകത്തിലെ ഡയലോഗ് എനിക്കറിയാം. അറിയാമല്ലേ? അപ്പൊ ഞാൻ അതിനകത്ത് കാട്ടുമൂപ്പനായിട്ട് അഭിനയിക്കുന്നത്. നീ കാട്ടുമൂപ്പൻ. നീ കാടിന്റെ നടുക്ക്, ഘോരമായ വനത്തിൽ ഒരുപാട് മൃഗങ്ങളുള്ള വനത്തിന്റെ നടുക്ക് നീ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പൊ നീ കാടിന്റെ നടുക്ക് നിൽക്കുമ്പോൾ ഘോരമായ മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ വികാരം ഒന്ന് കാണിച്ച്. ഇവിടെ കാടിന്റെ നടക്കുന്ന ആർക്കെങ്കിലും വികാരം ഉണ്ടാകുമോ? അത് തന്നെ ഈ കാട്ടിൽ നടക്കുന്ന കഴിഞ്ഞാൽ ആര് കാണാൻ ഈ വികാരമൊക്കെ? ഇത് ശരിയായി പോത്തില്ല. മിക്കവാറും ഇന്ന് അടികൊള്ളും. നാടകം പൊളിയും. ഞാൻ അന്നേ പറഞ്ഞു ഇവരെ ഈ നാടകത്തിൽ എടുക്കല്ലേ ഞാൻ 100 വട്ടം ഞാൻ പറഞ്ഞു. അത് അടിച്ചു പൊട്ടിക്കല. നീ ഒരു കാര്യം, ലേലത്തിനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാണ്. പിന്നെ നീ നമ്മുടെ സിനിമ നടന്ന ഈ ലേലവും കൂടെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് എടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ നീ ഇതിനകത്തോടല്ലേ, നീ ഇതിനകത്തോടല്ലേ ലേലം വിളിക്കാനുള്ള ഭാഗമൊക്കെ തന്നെ നാടകത്തിലിടാനുള്ളതല്ലെന്ന്. പിന്നെ ഇവിടെ നമ്മുടെ ശാർങ്ങതലം ചേട്ടൻ ഉപയോഗിച്ചിട്ടുന്ന ഡ്രസ്സുകളാ ഇതൊക്കെ. അതേ കഞ്ഞി കുടിച്ച പാത്രം എടുത്ത് അറിയാം. ഇതെല്ലാം ലേലം ചെയ്ത് കാശ് എടുത്തിട്ട് വേണം ക്ലബിന്റെ പണി ചെയ്യാൻ വേണ്ടി. പിന്നല്ലാതെ നമ്മൾ സാന്ദ്രസഭ നമ്മൾ സാർങ്ങാശാന്റെ സംഭവം ഇത് ഒരുപാട് പുരാവസ്തു ആൾക്കാർ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ ചെറിയ പൈസയുടെ ബുദ്ധിമുട്ടാണ് നമ്മൾ ലേലം വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ സജീവ് ഒരു കാര്യം ഞാൻ പറയാം, ഈ ഷർട്ട് ഒരു 5000 രൂപ കുറയാതെ ലേലം പിടിക്കണം. അല്ല മുണ്ട്, നമ്മൾ ഈ മുണ്ടാണ് 5000 രൂപ പിടിക്കേണ്ടത്. എന്നാ പിന്നെ ഒരു കാര്യം, മുണ്ട് ഏത് നീ എത്ര വിലക്കാ കൊടുത്തോ. പക്ഷേ അതാണ്ടേ ഈ കുടം, അത് ഉപയോഗിച്ച് കുടം, ഇത് ഏറ്റവും കുറഞ്ഞ 1 ലക്ഷം രൂപയെങ്കിലും കിട്ടാതെ ഇത് ലേലത്തിൽ കൊടുക്കരുത്. അത് ഒരുപാട് പേര് ചോദിച്ചില്ലേ? വർഗീസ് അച്ചായൻ 1.5 ലക്ഷം രൂപ പറഞ്ഞാൽ നമ്മൾ കൊടുത്തില്ലല്ലോ. ലേലം വിളിക്കുമ്പോൾ കയറ്റി വിളിച്ച് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തോ. ഞാൻ പോയി സിനിമ നടന്നുമായിട്ട് പെട്ടെന്ന് വരും. അറിയാലേ കാര്യങ്ങൾ. പുള്ളി വരും, ഭദ്രദീപം തെളിക്കും, 2 മിനിറ്റ് സംസാരിക്കും, അപ്പോഴേ കുഴപ്പമില്ല. നാടകത്തിൽ ഡയലോഗ് പഠിക്കണം. നീ ഇവിടെ ശരിയാവില്ല. ഇവിടെ സിനിമ നടന്നു വന്നാൽ പോലെ. ഞാൻ തട്ടേക്കർമ്മ കറക്റ്റ് ചെയ്യും. തട്ടേക്കർമ്മ കറക്റ്റ് എനിക്കറിയാം. ഇങ്ങോട്ട് വന്നേ. ഡയലോഗ് പറയാം. എന്നോട് പറഞ്ഞത് അത് ചെറിയ തിരുത്തുണ്ട്. അത് എനിക്ക് കറക്റ്റ് സമയത്ത് ഫോണെ വിളിച്ച് പറയാന്ന് പറഞ്ഞു. സംവിധായകൻ ഫോൺ ഇപ്പൊ ഞാൻ നേരിട്ട് പറഞ്ഞത് മനസ്സിലാവുന്നില്ല. എന്റെ ഞാൻ പറയട്ടെ, കക്ഷിയെടുത്ത് സംവിധാനം വിളിച്ച് സംവിധാനം പറഞ്ഞ നാടകത്തിൽ കുറച്ച് തിരുത്തുണ്ട്, ഡയലോഗ് തിരുത്തുണ്ട്. സംവിധാനം ഫോണിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കാൻ അവൻ കറക്റ്റായിട്ട് പറഞ്ഞാൽ മതി. അയ്യോ, അത് നിങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. നായകൻ സിനിമാ നടന്റെ വാഹനം അതുവഴി കടന്നു വരുന്നത്, അത് കയറ്റി വിടാനുള്ള വകുപ്പുണ്ടാക്ക്. സിനിമയുടെ വന്നോ പ്രിയമുള്ളവരെ, ബഹളം ഉണ്ടാക്കരുത്. ആരും നമ്മുടെ സിനിമ നടന്ന് കടന്നു വരുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. സൂപ്പർ സ്റ്റാർ മോഹിത് കുമാർ ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മോഹിത് കുമാറിനെ കടന്നു വരുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. മോഹിത് കുമാർ ഇതുവഴി കയറി സാർ, ഇതുവഴി കയറി വന്ന സാർ. ബഹളം ഉണ്ടാക്കരുത്. നിങ്ങൾ ദൂരോട്ട് മാറിയേക്ക്. ഈ മോഹിത് കുമാറിന് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. നിങ്ങൾ ഇങ്ങനെ ബഹളം വയ്ക്കരുത്. നിങ്ങൾ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ സിനിമ തന്നെ അടുത്തോട്ട് കയറിപ്പോട്ടെ. മോഹിത് കുമാറിന് കയറിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. മോഹിത് കുമാറിന് കയറിപ്പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയിരിക്കാറുണ്ട്. ഒരു സിനിമ നടന്നപ്പോൾ ഇങ്ങനെ ഉണ്ടോ ആളുകൾ? സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പിച്ചാൻ പോകുന്നു, വാന്താൻ പോകുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടോ സിനിമ നടന്മാരെ കാണുമ്പോൾ? നിങ്ങൾ ബഹളം ഉണ്ടാക്കാതിരിക്കും പ്ലീസ്. നിങ്ങൾ കാണിച്ചു തരാം. മോഹിത് കുമാറിനെ കാണിച്ചു തന്നിട്ടേ പോകത്തുള്ളൂ. ഷിബു ആളിഞ്ഞ് എത്തിയിടേ. നീ എന്തിനാ അവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നത്? അത് കൊള്ളാം. നീ ആദ്യം അവിടെ നിന്ന് മാറാ. ഇവിടെ കേട്ടാ അല്ലാത്ത പണിയായപ്പോ ഞാൻ നീ അവിടെ കിടന്ന് ആൾക്കാർ കിടന്ന് ബഹളം വെക്കും. ഞാനാണ് ഫോണിലേക്ക് വിളിച്ച് സംസാരിച്ചിരുന്നത്. അപ്പൊ അറിയാം, തിരക്കറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് സജീവേ, പുള്ളി വരും, ഭദ്രദീപം തെളിക്കും, 2 വാക്ക് സംസാരിക്കും, അപ്പൊ തന്നെ അങ്ങ് പോകും. അപ്പൊ ഇവരോട് 2 വാക്ക് സംസാരിച്ചേക്കട്ടെ. സംസാരിച്ചോളൂ. സിനിമകളൊക്കെ കാണാറുണ്ടല്ലോ, വീണ്ടും സിനിമകൾ കാണുക, വിജയിപ്പിക്കുക. ഓക്കെ, താങ്ക് യു. മറ്റൊരു സിനിമയുടെ ലൊക്കേഷനിലാണ് വന്നിരിക്കുന്നത്. നേരെ അങ്ങോട്ട് പോകേണ്ട സമയം ഉടനെ പോവുകയാണ്. അപ്പൊ ശിവു പറഞ്ഞ പോലെ വന്നു, എവിടെ ഭദ്രദീപം തെളിയിക്കുന്നു, 2 വാക്ക് സംസാരിക്കുന്നു, ഉടനെ ഇറങ്ങുന്നു. അപ്പൊ ഉടനെ ഇറങ്ങുന്നു പറഞ്ഞാൽ അപ്പൊ അങ്ങ് വെട്ടിയാക്കാനാ സാറേ? അല്ലേ? അല്ല, അപ്പൊ 1 വെട്ട് വെട്ടണം, അതാ 2 വെട്ട് വെട്ടണം? അല്ല, എനിക്ക് ഞാൻ പറഞ്ഞു നമ്മൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ തൊഴിലാണ് ഇത്. നമുക്ക് പേടിയില്ല.
ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, അത് വിഷയമല്ല. അല്ല ഞാൻ ഇനി 2 വാക്ക് സംസാരിക്കുക മാത്രമല്ല അല്ല കുറച്ചു നേരം സംസാരിച്ചിട്ട് അയ്യോ അതല്ല പുള്ളി താങ്കൾക്ക് തിരക്കല്ലേ, അത് 2 വാക്ക് സംസാരിച്ചിട്ട് പൊക്കോളൂ, കുഴപ്പമില്ല. പറഞ്ഞല്ലോ 2 വാക്ക് സംസാരിക്കുക മാത്രമല്ല ഇവിടെ വേറെ നീ പരിപാടി അത്രയും നമ്മളെ ആശാന്റെ ഈ മുണ്ടും ഷർട്ടും ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്ന താങ്കളാ ലേലം വിളിക്കാനായിട്ട് ഉദ്ഘാടനം അതല്ലേ. ഏതായാലും 2 വാക്ക് സംസാരിക്കുന്നു, ദീപം തെളിയിക്കുന്നു, ലേലത്തിൽ പങ്കുകൊള്ളുന്നു, ആ നിമിഷം ഇറങ്ങാറങ്ങാലോ. അപ്പൊ രണ്ടാമത് ഇറങ്ങി പോവാന്ന് പറയുമ്പോഴത്തേന് നേരെ ചെന്നിട്ട് തടഞ്ഞു നിർത്തിയിട്ട് പറയണം, ആ ചോര കണ്ട് അറപ്പ് പറയുവനെ ഞാൻ നിന്റെ ചിരച്ചറിഞ്ഞ് താഴെ ഇടുമെന്ന് പറഞ്ഞിട്ട് ഒറ്റ വെച്ചു ചിരിച്ചറിഞ്ഞ് നേരെ താഴെ. നല്ല സാറേ, അതൊക്കെ ഞാൻ ഏറ്റു. ഇവിടെ ശരിക്കും എന്താ പരിപാടി നടക്കുന്നത്? അത് നമ്മുടെ ഈ ക്ലബിന്റെ വാർഷികമാണ്. അപ്പൊ നമ്മുടെ ശാർങ്ങനരം മുതലാളി നമ്മുടെ ആശാൻ ക്ലബൊക്കെ ഉണ്ടാക്കിയ ആളാണ്. പുള്ളി ഉപയോഗിച്ച കുറച്ച് വസ്തുക്കൾ നമ്മൾ ലേലം ചെയ്യും, നമുക്ക് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി. ഇതിനെ കുറിച്ച് പറയണം, അതെ, ലേലം പിടിക്കണം. അത്രേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഇത് നമ്മളുടെ പ്രോഗ്രാം അല്ല, നിങ്ങളുടെ പ്രോഗ്രാമാണ്, നമ്മുടെ എല്ലാവരുടെയും പ്രോഗ്രാം. നല്ലൊരു കൈ തന്നേക്കൂ. പ്രിയമുള്ളവരെ, ഇനി വളരെ വിശിഷ്ടമായ ഒരു വസ്തുവാണ് ഇവിടെ ലേലം ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ശാർങ്ങനരൻ ചേട്ടൻ അവസാനമായി മരണസമയത്ത് ഒരു തുള്ളി വെള്ളം കുടിച്ച കുടമാണിത്. അദ്ദേഹം കഞ്ഞി കുടിച്ചതും ഇതിലാണ്. അദ്ദേഹം വിദേശ വസ്തുക്കളെല്ലാം ഉപേക്ഷിച്ച് നാടൻ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് നിധി പോലെ കാത്തു സൂക്ഷിച്ച ഒരു കുടമാണ്. അതാണ് നമ്മൾ ലേലം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാട് നമ്മുടെ സ്വന്തമാക്കി തന്ന സ്വാതന്ത്ര്യ സമരസേനാനി ശാരദാശാൻ അദ്ദേഹം അവസാനമായി ഒരിറ്റി വെള്ളം കുടിച്ചത് ഈ കുടത്തിൽ നിന്നാണെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കൊന്ന കുടമാണ് ഇത്. ലാസ്റ്റ് കുടിച്ച ഇതിലാണല്ലോ. അപ്പോ ഈ കുടം അത്ര പവിത്രമാണ്. ഇത് സൂക്ഷിക്കേണ്ടത് നിങ്ങൾ എല്ലാവരുടെ കർത്തവ്യമാണ്. അതെ. ഇപ്പോൾ ലേലം ചെയ്യുമ്പോൾ ഏറ്റവും കൂടിയ വിലക്ക് തന്നെ ഇത് ലേലത്തിൽ പോകണമെന്ന് വിനയത്തിന്റെ പാർട്ടിയിൽ ഞാൻ അഭ്യർത്ഥിക്കുക. അത്രയും അമൂല്യമായ ഒരു വസ്തുവാണ്. അത്രയും അമൂല്യമായ ഒരു വസ്തുവാണ്. ഇത്രയും കാലം സൂക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെ ഇവരുടെ വലിയൊരു മനസ്സാട്ടി ഞാൻ പറയുകയാണ്. അതെ, തീർച്ചയായിട്ടും ഈ കുടം ആർക്ക് ലേലം കിട്ടുന്നുവോ ഈ കുടത്തിന്റെ മഹത്വത്തെ കുറിച്ച് എല്ലാവരും ഘോരം പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു മനുഷ്യൻ ഒരു സ്വാതന്ത്ര്യ സമരസേനാനി ഈ കുടത്തിന്റെ വില എന്ന് പറയുന്നത് നിസ്സാര വിലയല്ല, ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ലേലത്തിൽ പങ്കെടുക്കുകയും ഈ ലേലത്തിൽ വിജയിക്കുകയും. സാറേ, ഒരു ഓട്ടോഗ്രാഫ് വരുമോ? എന്താ പൊന്നെ, അത്തിക്കാവഴക്കുമ്പോ കാപ്പിക്ക് വാപ്പുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. എത്ര നേരമായി കൊച്ചു ഞാൻ വിളിക്കണം, ഇപ്പൊ നിനക്ക് വരാൻ പറ്റുള്ളൂ. അല്ലേലും ഈ സിനിമാ നടന്മാർക്ക് ഇങ്ങനെ ചാടയാ, ഭയങ്കര ചാട. പൊന്നെ ശമിച്ചോണ്ട് പോകല്ലേ. അതെ, നോക്കി കണ്ട് ലേലത്തിൽ വിളിക്ക്, ലേലം വിളിക്ക്. അപ്പൊ ലേലം വിളിക്ക് തുടങ്ങാം, ഉദ്ഘാടനം ചെയ്തോ, കുഴപ്പമില്ല. നീ ഇങ്ങോട്ട് വന്നേ, ലേലം വിളിച്ചോ. നമ്മളെ കുടത്തിന്റെ ലേലം ആരംഭിക്കാൻ പോവുകയാണ്. എടാ മോനെ, പണി പാളിയടാ. കൈയിന്റെ അകത്തായി പോടാ. അറിയാണ്ട് പോയതാണ്, രക്ഷപ്പെടാൻ പറ്റില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ഒരു കാര്യം ചെയ്യും, ലേലം വിളിച്ച് കുടവങ്ങട്. നൈസ് വിലക്ക് ലേലം വിളിച്ചങ്ങട്. ഞാനാ? പിന്നെ അല്ലാതെ ഈ കയ്യിനകത്ത് നിൽക്കണ്ട. ഇത് ലേലത്തിൽ ഞാൻ പങ്കെടുക്കണോ? പിന്നെ അല്ലാതെ സിനിമ നടനല്ലേ? കുഴപ്പമില്ലെന്ന്, സിനിമ മാനം കളയരുത്. അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങട്, കുഴപ്പമില്ല, ആരും അറിയത്തില്ല. ഞാൻ ഇവിടെ സഹായിക്കാം. എത്ര രൂപ വരെ ഇതിന് വില വിളിക്കാം? ഇത് നമുക്കൊരു 1500 1000 ആ ലെവലിലൊക്കെ നിൽക്കും. 1030. ലേലം തുടങ്ങാൻ പോകണേ. അപ്പൊ ആദ്യം ലേലം വിളിക്കുന്ന ആരാണ്? പ്രിയമുള്ളവർ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ സുപ്രസിദ്ധ സിനിമാ താരം മോഹിത് കുമാർ ഈ ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യത്തെ വിളി അദ്ദേഹം തന്നെ വിളിക്കുകയാണ്. 1500 രൂപ. അതെ, 1500 രോഹിത് കുമാർ വിളിച്ചിരിക്കുകയാണ്. ഇതിൽ മേലെ കയറ്റി വിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ? പൊങ്കാലയിടാനാണോ കളെ കൊണ്ടുപോയി? 2000 രൂപ വിളിച്ചിരിക്കുന്നു. ചേച്ചിയുടെ പേരെന്തുവാ? രാഗിണി ചേച്ചി വിളിക്കുന്നത് 2000 രൂപ. രാഗിണി ചേച്ചി വിളിച്ചിരിക്കുന്നു 2000 രൂപ. കേറ്റി വിളി. 2250. സിനിമാറിന് വിളിക്കാൻ അവസരം കൊടു. 2250. സിനിമാ നടൻ മോഹിത് കുമാർ വിളിച്ചിരിക്കുന്നു 2500. 2500. 900. സ്വിച്ച് കൂടെ കിടക്കണം. 900 വിളിച്ചറിയാൻ വയ്യാതെ. 2500 മേലെ കെട്ടി വിളിക്കാൻ ആരെങ്കിലും ഉണ്ട്? 3000 വിളിച്ചിരിക്കുന്നു. 3250. 3500. സിനിമ 3500. അത് കെട്ടി വിളിക്കാൻ ആരുണ്ടോ? 3500 ആരെങ്കിലും ഉണ്ടോ? 3500 സിനിമയാണ് വിളിച്ചിരിക്കുന്നത്. 3000 കയറ്റി വിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ? 4000. 4550. 10000 രൂപ. കയറ്റി വിളിക്കാൻ 1001. 20,000 രൂപ. രക്ഷപ്പെടാൻ വേറെ മാർഗം. 20,000 ആരെങ്കിലും ഉണ്ടോ? ഇതിൽ കയറ്റി വിളിക്കാനല്ല. 20,000 ഉണ്ടോ? 75,000 രൂപ. 75,000 രൂപ. എത്ര മേലെ കയറ്റി വിളിക്കാനാണല്ലോ? 75,000 രൂപ. പ്രിയമുള്ളവരെ, ശാർഗധരൻ ചേട്ടൻ ഉപയോഗിച്ച ഈ കുടത്തിന് 75,000 രൂപ വിളിച്ചിരിക്കുന്നത്. അല്ല, 75,000 രൂപ.
ഇത് കയറ്റി വിളിക്കട്ടെ? നമുക്ക് വിളിച്ചോ? കയറ്റി വിളിക്കട്ടെ? ഇഷ്ടം പോലെ വിളിക്കണം. സുപ്രസിദ്ധ സിനിമാ താരം മോഹിത് കുമാർ വിളിച്ചിരിക്കുന്നത് 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ കേട്ടെ. 1, 2, 3, 4 നേരം ലേലം ഉറപ്പിച്ചു. അപ്പൊ 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ കുടം സ്വന്തമാക്കാം. ഒരു കുഴപ്പമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് ഐഡിയ? ഉദ്ഘാടനത്തിന് ഇത് എനിക്ക് തരാൻ പോണത് 5000 രൂപ. അതെ, ഉദ്ഘാടനം കഴിഞ്ഞ് കുടത്തിന് കൊടുക്കാൻ പോണ 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. 95,000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. വേറെ കാര്യമുണ്ട് കേട്ടോ. ഇത്രയും സംഭവം ക്ലിയർ കേട്ടോ. കാരണം ഇത്രയും അമൂല്യമായ ഈ കുടം ഇത്രയും പൈസക്ക് ലേലം വിളിക്കണം, അതിന്റെ വില അറിഞ്ഞാണ് ഈ മനുഷ്യൻ. അതാണ് സിനിമാ താരം. അതാണ് അതിന്റെ മൂല്യം അറിയാം. ആശാന്റെ അത്രയും വില അറിഞ്ഞു. അതെ, പുറത്തൊരു 1.25 ലക്ഷം രൂപ 1 ലക്ഷം രൂപ കൊടുക്കാന്ന് വെച്ചാൽ അതിന്റെ മൂല്യം അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ ലേലം വിളിച്ച സാധനം ഇപ്പൊ എന്റെ സ്വന്തമാണല്ലോ. സ്വന്തം തന്നെ. എനിക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാലോ. എന്ത് വേണം ചെയ്യാം. ഈ മുതൽ തല്ലി പൊട്ടിച്ച് കളയാലോ. തല്ലിപ്പൊട്ടിക്കാനോ? ഇത്രയും വില കൂടിയ സാധനം തല്ലിപ്പൊട്ടിച്ചാൽ ഇത് എന്തോ പറയുന്നത്? എടാ മുട്ടന്മാരെ എന്റെ കൈയുടെ അകത്ത് പെട്ടേക്കാൻ ഊരി പോരാൻ പറ്റില്ല. എനിക്ക് ഷൂട്ടല്ലാതെ വീട്ടിൽ പോകണമെങ്കിൽ ഷൂട്ടിക്കല്ലാണെന്ന് എന്താ ചെയ്യേണ്ടത്? എനിക്ക് എന്റെ കൈ സ്വന്തം 1 ലക്ഷം രൂപ ഒരാളെന്ന്. അതെ, ഞാൻ വന്നു. പത്രരഥം തെളിച്ചില്ല. 2 വാക്ക് സംസാരിച്ചു, ലേലത്തിൽ പങ്കെടുത്തു, എല്ലാം കഴിഞ്ഞു. കൊല്ലരുത്, പൊയ്ക്കോട്ടെ. അയ്യേ, ഇനി അണ്ണൻ എന്തിനാ ഞാൻ കൊല്ലുന്നേ? നേരത്തെ കൊല്ലുമെന്ന് പറഞ്ഞു. അണ്ണനെ ഞാനാ ഒരു സെൽഫി എടുത്ത് കൊല്ലാൻ പോണോ? എന്റെ മുത്ത എനിക്ക് സിനിമ അത്ര ഇഷ്ടം. ഞാൻ എന്തിനാണ് അണ്ണനെ കൊല്ലുന്നത്? അപ്പൊ ഇറങ്ങുന്ന സമയത്ത് ഒരു വെട്ട്, രണ്ടാമത് ഇറങ്ങുന്ന നേരത്ത് കത്തി പഴുത്തി കയറ്റുമെന്നൊക്കെ പറഞ്ഞ്. എന്താണ് ഇത് കഴിഞ്ഞൊരു നാടകമുണ്ട്. ആ നാടകത്തിന് മെയിൻ വില്ലനും നടനൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഈ സ്ക്രിപ്റ്റിനകത്ത് കുറച്ച് തിരുത്തുള്ളതുകൊണ്ട് ഇതിന്റെ സംവിധായകൻ എനിക്ക് വിളിച്ച് ആ സമയം തന്നെ പറഞ്ഞു തന്നോണ്ടിരിക്കോ ഡയലോഗ്. ആ ഡയലോഗ് ഞാൻ ഇവിടെ പറഞ്ഞത്. പൊന്നെ, ഇതിലും ഭേദം എന്നെ വെട്ടി കൊല്ലായിരുന്നു നല്ലതാണ്. എടാ, ഈ ഉണക്കം മൺകുടം ലേലം വിളിച്ചെടുത്ത് എന്റെ പകുതി കാശ് പോലും വരില്ലായിരുന്നോ എന്റെ ശവടക്കിന്. അപ്പൊ മാഷെ ശവടക്കെന്ന് പറയുമ്പോ രണ്ടാമത്തെ വട്ടം വെട്ടാനോ? ഓള പട്ടി. അയ്യോ, രണ്ടുപേരുടെയും വരവ് കണ്ടാൽ തന്നെ അറിയാം ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ്. ആ ഒരു എനർജിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 4 സ്റ്റെപ്പൊക്കെ ഒറ്റ ചാട്ടം കൊണ്ട് ഇവിടുത്തെ അതേപോലെ തന്നെ അടിച്ചു വിളിച്ചില്ലേ? പിന്നെ നല്ലതായിരുന്നു. അപ്പം ചോദ്യങ്ങൾ ശരം ചെയ്യാൻ ഞാൻ റെഡിയാണ്. ചോദ്യശരമായിട്ട് ഞാൻ തയ്യാറാണ്. ഇപ്പോഴേ പറഞ്ഞ് കൺഫ്യൂഷൻ ചോദ്യശരമായിട്ട് ഞാൻ തയ്യാറാണ്. ഉത്തരങ്ങൾ പറയാൻ നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ട് പറയാം. തീർച്ചയായിട്ടും ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണ ഓഡിയൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യരുത്. അത്രേ ഉള്ളൂ. നമുക്ക് ഇവർക്കൊക്കെ എല്ലാ ഉത്തരങ്ങളും അറിയാം. അപ്പം ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. അപ്പൊ വേഗം ഉത്തരം പറയാൻ പറ്റും. ചുണ്ട് ചുണ്ടോട് ചേരുമ്പോൾ എന്ത് സംഭവിക്കും? ചുണ്ട് ചുണ്ടോട് ചേരുമ്പോൾ എന്ത് സംഭവിക്കും? ഇതാണല്ലേ എളുപ്പം പറഞ്ഞത്. നിങ്ങളുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെ ഞങ്ങൾ ചോദിച്ചു ആദ്യം. ഇത് കുസൃതിയാണ്. കുസൃതിയാണ്. കുസൃതി ചോദ്യം. അല്ല, ഒരു ഡൗട്ട്, കുസൃതിയാണോ? സംശയം. കുസൃതിയാണ്. സംസാരിക്കാം. അല്ല, സംസാരിക്കാം, ഉമ്മ വയ്ക്കാം. ഈ ഉമ്മ വെക്കാന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ മുത്തുകളിൽ അഭിനയിച്ചതിന് ശേഷം. അതിന്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. അതെ, പറയൂ. സംസാരിക്കണല്ലേ? സംസാരിക്കാൻ പറ്റും, ഇതെല്ലാം ക്ലിയർ ആണ്. ചുണ്ട് പക്ഷേ ചുണ്ടോട് ചേരുമ്പോൾ എന്ത് സംഭവിക്കും? വാടയും അല്ലേ? ബുദ്ധിയുണ്ട് കേട്ടോ. താങ്ക് യു. ഇനി അടുത്ത ചോദ്യം. പോസ്റ്റ്മാൻ പോസ്റ്റിൽ കയറുമ്പോൾ എവിടെ ലൈറ്റ് കത്തും? ഇതൊരു ചോദ്യമാണ്. ഈ പോസ്റ്റ്മാൻ പോസ്റ്റ് കയറുമ്പോ എന്തായാലും പോസ്റ്റിലുള്ള ബൾബ് ഫീസായത് മാറ്റിയിട്ടുള്ളൂ. പോസ്റ്റിൽ എവിടെയാണ് ബൾബ് കണ്ടിരിക്കുന്നത്? ഫ്യൂസ് ആവുകയുണ്ടോ? കുസൃതി ചോദ്യമാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. പോസ്റ്റ്മാൻ കത്തിപ്പോലെ. കത്തിപ്പോവില്ലേ? അല്ല, ഞാൻ ആലോചിക്കട്ടെ. വളരെ കുട്ടി ഉദ്ദേശിച്ചത് ഷോക്ക് അടിക്കണ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ശ്രദ്ധിച്ച് കേട്ടാൽ ഉത്തരം പറയാൻ പറ്റും വേഗം, ബുദ്ധി ഉണ്ടെങ്കിൽ. പോസ്റ്റ്മാൻ പോസ്റ്റിൽ കയറുമ്പോൾ എവിടെ ലൈറ്റ് കത്തും? ഈ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ ലെറ്റർ ആണോ? കത്ത് കൊടുക്കുന്ന കത്ത് കത്താണോ കത്തുന്നത്? അങ്ങനെയാണോ? പറയൂ. അത് ഉത്തരമല്ല, പക്ഷേ ഏകദേശം അവിടേക്ക് എത്തി. ലെറ്റർ കൊടുക്കുന്ന ആൾ, അയാൾ ലെറ്റർ കൊടുക്കുമ്പോൾ എന്താണ് കത്തുന്നത്? പോസ്റ്റ്മാൻ നമുക്ക് കത്ത് തരുന്ന ആളാണെന്ന് അറിയാലോ. അതെ, പോസ്റ്റ്മാൻ പോസ്റ്റ് കയറിയാല് എവിടെ ലൈറ്റ് കത്തും? പോസ്റ്റ്മാൻ നിങ്ങൾക്ക് അറിയോ? അല്ല, അവര് പറഞ്ഞില്ലെങ്കിൽ പറയാം. എല്ലാവർക്കും അറിയാം. അതെ, കൊച്ചു പിള്ളേർക്ക് വരെ അറിയാട്ടാ. മോശമാണ്ടാ, മോശമാണ്. അരുണേ, അരിത്ത് വരെ എത്തിയാണ്. നമ്മൾ ഒന്നും പിടിച്ചാൽ കിട്ടോട്ടാ. സ്റ്റാർ അല്ല, അറിയോ? ഉത്തരം എന്തായാലും 90% ഉത്തരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഡിയൻസിന്റെ ഉത്തരം എന്താന്ന് ചോദിക്കാം. എന്താ? പോസ്റ്റ്മാൻ പോസ്റ്റ് കയറില്ലല്ലോ, കത്തല്ലേ തരുള്ളൂ.
എനിക്ക് വയ്യ. താങ്ക് യു താങ്ക് യു. ഞാൻ അതുദ്ദേശിച്ചാ പറഞ്ഞേ പോസ്റ്റിംഗ് അറിയാം ഈ ലെറ്റർ എന്നൊക്കെ പറഞ്ഞപ്പോ ഈ 90% പോസ്റ്റ്മാൻ എങ്ങനെ പോസ്റ്റ് ആ, അപ്പൊ ആ കൈയടി- postman അല്ലേ letter തരുന്നത്. ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എനിക്ക് കേറില്ല half എന്ന് mark. പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല. ഹാഫ് അതെ തരാം. ഇനി അടുത്ത ചോദ്യം. അപ്പൊ ആ കൈയടി- ഇത് സൂക്ഷിച്ച് ഇത് ഓഡിയൻസിന് Audience വാങ്ങിച്ചെടുത്ത കൈയടി, okay. അടുത്ത സൂക്ഷിച്ച് ഉത്തരം പറയണേ. വെള്ളത്തിൽ ഇറക്കാൻ പറ്റാത്ത വഞ്ചി. വെള്ളത്തിൽ ഇറക്കാൻ പറ്റാത്ത വഞ്ചി. എല്ലാ വഞ്ചിയും വെള്ളത്തിൽ ഇറക്കാൻ പറ്റും. വെള്ളത്തിലാണ് അതിന്റെ ജോലി ഉള്ളത്. വഞ്ചി അല്ലേ? അതെ, വെള്ളത്തിൽ ഇറക്കാൻ പറ്റാത്ത വഞ്ചി. വഞ്ചി നാട്ടി ഏ? അല്ല. ആ, ഏ, കാണിക്കാൻ okay. കാണിക്കാൻ വഞ്ചി. correct ആ. അടി! അടി, 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 അടി. അടിപൊളി അടിപൊളി. നേരത്തെ അതിന്റെ എന്തായാലും മാറ്റി. ഇനി അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. കൃത്യമായിട്ട് ഉത്തരം പറയണം. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്പോർട്സ് ഇനം ഏതാണ്? അത് മിക്കവാറും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്പോർട്സ് ഇനം. ഇത് കുസൃതി ചോദ്യമാണ്. അത് സൂക്ഷിച്ചും കണ്ടും വേണം ഉത്തരം ഇത് പറയാൻ. അരുണിന് പറ്റാൻ അരുണിന് പറ്റും, എന്തായാലും പറയാൻ പറ്റും. പറ്റും പറ്റും പറ്റും. കാരണം സ്പീഡിലൊക്കെ അഭിനയിച്ച് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സിനിമകൾ ചെയ്യുന്നതാണ്. സ്പോർട്സുമായിട്ട് ബന്ധമുള്ള ആളാണ്. ആളാണ്. കുസൃതി ചോദ്യമാണ്. ചിന്തിക്ക്. ഓട്ടമല്ല. ഓട്ടമല്ല. ക്ലൂ പറയാം. ഈ ഐറ്റത്തില് ഈ ഒരു ഇനത്തിൽ ഒരൊറ്റ ആളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ഒന്നുമല്ല, ഒരൊറ്റ ആള് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. തനിയാണ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. തനിയാണ്. ഓട്ടം നമ്മൾ ഗ്രൂപ്പായിട്ട് ഇപ്പം ഓടുന്നുണ്ടല്ലോ, ഓരോ ഇതിലല്ലേ ഓടുന്നുണ്ടായിരിക്കും ട്രാക്ക് ഇട്ടിട്ട്. ഇത് അങ്ങനെയല്ല, ട്രാക്കിലൊന്നുമല്ല, ഓരോരുത്തരായിരിക്കും ഇത് പെർഫോം ചെയ്യാം. പറയൂ. അല്ല പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞാ മതി. വരട്ടെ. ഡിസ്കസ് യെസ്, ഡിസ്കസ്. ഇതൊക്കെ എന്റെ അരുണ ഇത് പടപടാന്നങ്ങ് പറഞ്ഞാ പോരാ. ഇത് എന്തെങ്കിലും തളർന്നു നിൽക്കണ എല്ലാം അറിയാലോ. എന്തായാലും നന്നായി. ഒരു ചോദ്യം മാത്രം ഓഡിയൻസിന് വിട്ടുകൊടുത്തു. ബാക്കിയെല്ലാം നമ്മൾ വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നമ്മളുടെ ഈ റൗണ്ട് കൂടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അർദ്ധന നല്ലൊരു കലാകാരിയാണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് അർദ്ധനയുടെ പാട്ടിലേക്ക് കടന്നാലോ? പാട്ട് വേണോ ഡാൻസ് വേണോ? ഡാൻസ് നമ്മൾ ഫസ്റ്റ് കണ്ടു, ഇനി ലാസ്റ്റ് നമുക്ക് ഡാൻസ് ചെയ്യിക്കാം. പാട്ട് വേണം. പാട്ട് വേണോ അല്ലേ? വന്നപ്പോഴും ഞാൻ ചോദിച്ചപ്പോ ഞാൻ നന്നായി പാടും, ഏത് പാട്ട് വേണമെങ്കിലും അയ്യോ എനിക്ക് ഇല്ല പറഞ്ഞാ ഇല്ല മതി എന്നാണ് ഞാൻ പറഞ്ഞത്. പാടത്തില്ല, പക്ഷെ ഞാൻ പാടും. എനിക്ക് പാടാൻ അറിയത്തില്ല, ശ്രമിക്കണം. പക്ഷെ ഞാൻ പാടും. ട്രൈ Very ചെയ്യും. good. തൂമിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ എൻ പൂവൽ കനവിൽ തഴുകാൻ വരൂ വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ പുലർവേൽ മലർത്തരൂ നിൻ പീലിക്കണ്ണിൽ മിന്നിക്കാണും പൊൻ താരാജാലം ചിരിതൂകിയോ വളരെ മനോഹരമായിട്ട് പാടിയത് കൊണ്ട് നമ്മളുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് അർദ്ധനയ്ക്ക്. എന്താണ് മുത്തുകവാണോ? അല്ല അങ്ങനെ ഞാനൊരു പാട്ട് പാടാൻ ഒരു കലാകാരൻ ഒരു ഗിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടോളൂ. ഞാനൊന്നും സസ്പെൻസ് ഒന്നും പൊളിക്കുന്നില്ല. ഓക്കെ. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ പാടിയേക്കുന്ന പോലെ അല്ല കേട്ടോ സിനിമയിലെ പാട്ട്. നല്ല പാട്ടാണ്, നല്ല പാട്ടാണ്. പക്ഷെ എല്ലാവരും നന്നായിട്ട് കേൾക്കണം. പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും സസ്പെൻസ് കാണാൻ റെഡി അല്ലേ? റെഡി. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഹലോ. നമസ്കാരം. അപ്പൊ എന്താ പേര് ശരി? എന്റെ പേര് സിജിൻ, വീട് കൂത്താട്ടുകുളത്താ. സിജിനാണ് പേര്. കൂത്താട്ടോളം. എന്ത് ചെയ്യാണ്? പഠിക്കണം? ഞാൻ പഠിക്കുമ്പോ എവിടാ? എഞ്ചിനീയറിംഗ്, വീടിനടുത്തുള്ള കോളേജിലാണ്. ആണാ? അതായിട്ട് അങ്ങനെ മുന്നോട്ട് പോയാ പോരെ. ഇവിടെ എന്താ ചെയ്യണം ഇപ്പൊ? ഇപ്പൊ ഞാൻ മിമിക്രി വേണ്ടി വന്ന. മിമിക്രി വൺ മാൻ ഷോ അല്ലേ? അപ്പൊ ആദ്യമായിട്ട് എന്താണ് ഏത് സ്റ്റാർ ആണ് എടുക്കുന്നത്? ദുൽഖറിന്റെ ലേറ്റസ്റ്റ് ചാർലിയിൽ വോയിസ് ചെയ്യാം. ഓക്കെ. ഓക്കെ. അപ്പൊ ചാർലിയില ദുൽഖറിന്റെ സൗണ്ട്. ശബ്ദം. ഹലോ, നിങ്ങളിപ്പോ താമസിക്കുന്ന മുറിയിൽ പണ്ട് പറഞ്ഞിരുന്ന ഒരു പാവം ചിന്നാണ്. ഈ കാരണം കൊണ്ടങ്ങ് പോവാ, അതിന്റെ കൂടെ ഞാനും അങ്ങ് പോവാ. ഇനി കളിയില്ലാത്തൊരു കാര്യം പറയാം. ടെസിയുടെ പൂരം കണ്ടിട്ടില്ലേ വരാൻ പറ. ആൾക്കൂട്ടത്തിനിടെ ഞാനും ഉണ്ടാവും. കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ. നന്നായിട്ടുണ്ട്. അടുത്ത ആരാ? പിന്നെ ആസിഫ് അലിയുടെ voice. ആസിഫ് അലി. ഓക്കെ. എല്ലാം ന്യൂ ജനറേഷൻ ആണ്ടാ. ഓക്കെ. വരട്ടെ.
എന്റെ പേര് മനു. ഞാനിവിടെ SDFC വർക്ക് ചെയ്ത് ആർട്ടിക്കലാണ് കുട്ടിയുടെ വീട്. ആർട്ടിക്കൽ SDFC വർക്ക് ചെയ്ത ഒരു ഭാസ്കരൻ കേട്ടോ. വി ആർ ക്ലോസ് ഇൻ ബാംഗ്ലൂർ. നമ്മുടെ അടങ്ങിയ സിനിമയില്ലേ, അതിന്റെ അകത്ത് ആ ശ്രീനിവാസൻ ഇരിക്കുന്ന കമ്പനി ഇപ്പുറത്തൊക്കെ പോയിരിക്കുന്ന കൊരകൻ, അത് ഞാൻ അഭിച്ചേട്ടാ. അവളൊരു ഫ്രോഡാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. പ്രശ്ന ഫോണിൽ ഈ പെണ്ണിൻ്റെതല്ല. നിങ്ങൾക്ക് പെൺകുട്ടികളോട് സംസാരിക്കാറില്ല. അടിപൊളി. അടുത്താരാ? ഇനി നമ്മുടെ തെരയിലെ വിജയുടെ വോയിസ് പുതിയ മലയാളം പറയുന്നുണ്ട് ആ സിനിമയിൽ. വിജയുടെ വോയിസ് പറയണേക്കും മേനെ കൈ കിട്ടി. ഓക്കെ വിജയ്. അയ്യോ സാറേ, ഞാൻ ജാർഖണ്ഡിലൊന്നും പോയിട്ടില്ല. എൻ്റെ പേര് ജോസഫ് കുരുവില്ല. ഞാനിവിടെ ടൗണിൽ ഒരു ബേക്കറി നടത്തുന്നു. ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ എൻ്റെ വെള്ളിപ്പിച്ചായി തുടങ്ങി. അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ ജോസഫ് ഇപ്പോൾ ഞാനും ചെയ്യുന്നു. സോ അറിയാതെ ചേട്ടൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. സോ പ്രാതിയൊന്നുമില്ല എന്ന് എഴുതി മേടിക്കാൻ വന്നു. ഞാൻ വരട്ടെ ബേബി. ഓക്കെ. ഞാൻ ആദ്യമായിട്ടാണ് വിജയ് മലയാളം എല്ലാരും ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ്. നമ്മുടെ റിയാസ് ഖാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനാണ്. എനിക്ക് ഇഷ്ടമുള്ളൊരു വില്ലനാണ് റിയാസ് ഖാൻ. അദ്ദേഹത്തിന്റെ കൊച്ചിരാജാവിലെ വോയിസ്. അദ്ദേഹം സിനിമയിൽ വരുമ്പോ ചില സിനിമകളിലൊക്കെ ഡബ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന്റെ സൗണ്ട് കേൾക്കാൻ വളരെ വ്യത്യസ്തമാണ്. ഭയങ്കര എന്ന് വെച്ചാൽ എല്ലാവരുടെയും പോലെയല്ല, വില്ലനാണെങ്കിലും ആ ഒരു ഗാംഭീര്യമില്ലാത്തൊരു സൗണ്ടാണ്. പക്ഷെ എന്നാലും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. അതൊന്ന് എടുക്കുക. സൂര്യ, തെറ്റെന്റെ ഭാഗത്താ. സത്യാവസ്ഥ മീനാക്ഷി പറഞ്ഞപ്പോൾ അറിഞ്ഞത്. സോറി സൂര്യക്കെട്ട് മണ്ണിപ്പിക്കട്ട. നാളെ പെട്ട വരുമ്പോ നിന്നെ കണ്ടു പോവല്ല. ഓക്കെ. ഇതുവരെ എനിക്ക് തോന്നുന്നു റിയാസ് ഖാന്റെ സൗണ്ട് ആരും അധികം എടുത്തിട്ടില്ല തോന്നുന്നു. അപ്പൊ എന്തായാലും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ പരിപാടികളും ഗംഭീരമാട്ടെ. ഞാൻ ഒരു മുത്തുക വന്നേക്കാം. ഇന്നത്തെ എപ്പിസോഡ് സ്പെഷ്യൽ ഇതായിരുന്നു ഹൈലൈറ്റ്. അതിങ്ങനെ ഇവിടെയാണ് അത് കൊടുക്കാൻ സാധിച്ചത്. എന്തായാലും നന്നായി. അപ്പൊ നമ്മൾ അടുത്ത ഗെയിമിനുള്ള കാർഡ് എന്റെ കയ്യിൽ വന്നിരിക്കുകയാണ്. അപ്പൊ റെഡി അല്ലേ ഡംസ്ട്രാറ്റ്സ് കളിക്കാൻ വേണ്ടിട്ട്? ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാലോ. ഒരാളെടുക്കുന്നു, മറ്റാള് അഭിനയിച്ച് കാണിക്കുന്നു. അപ്പൊ ആദ്യം നമുക്ക് അർദ്ധനേനെ കൊണ്ട് എടുപ്പിച്ചിട്ട് അരുൺ അഭിനയിക്കുക. അതെ, അർദ്ധന നോക്കാൻ പാടില്ല. ആരോ അറിഞ്ഞു പണി വന്നതാ തോന്നുന്നു. പണിയൊന്നുമില്ല, കിടല്ലാണ്ട്. എത്ര വേർഡ്സ്? ആക്ഷൻ മാത്രം. 3. പുതിയത്. ഇത് മൊത്തം അങ്ങോട്ട് ചോദിക്കുകയാണ്. പഴയതോ? വായ അടച്ചോക്കണം. വായയിലൂടെ ഇങ്ങനെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്. പ്രേം നസീർ. നസീർ സാറിന്. നസീർ സാറൊക്കെ അഭിനയിച്ച സിനിമയാണ്. ഓക്കെ, നസീർ അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? കവി ഉദ്ദേശിച്ചത് അതാണ്. സവാരി. അതെ. അയ്യോ, കുതിരക്കാരൻ നസീർ. എന്തോ മറ്റേ നസീർ സാർ വാളെടുത്ത് കുതിരപ്പുറത്ത് പോകുന്നു. അതന്നെയാണ്. അയ്യോ, ചെറിയ ക്ലൂ ഒക്കെ ഒരു നാടിന്റെ പേരൊക്കെ ഇതിനകത്തുണ്ട് അല്ലേ? നസീറിന്റെ സിനിമ, അതിനകത്തൊരു നാടിന്റെ പേരുണ്ട്. പഴയകാല സിനിമ. കാണിച്ചു കൊടുക്കും. ശ്രീകൃഷ്ണൻ. ഉണ്ണി. കൃഷ്ണന്റെ കണ്ണന്റെ പല 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 കൃഷ്ണൻ. കായങ്ങളും കൊച്ചുണ്ണി. ഇതെന്താ? അർജുനൻ. നല്ലൊരു അമ്പ്. അമ്പു. ഇതിൽ ഞാൻ ഇനി എന്ത് അമ്പ്. പിന്നെ അമ്പ്. അമ്പാടി. ആ ക്ലൂ എങ്ങനെയുണ്ട്? അമ്പ്. അടുത്ത എനിക്കുള്ളതാ. ഈ അഭിനേത്രി ഇനി ഓഡിയൻസിന് ഒന്ന് കാണിക്കണം. ഓഡിയൻസിന് എല്ലാരും കാണിച്ചോളൂ. അരുൺ മാത്രം നോക്കരുത്, നമുക്ക് അത്രേ ഉള്ളൂ. മലയാളം. രണ്ടുപേരും. കല്യാണം. മൂളരുത്. താലി, മാല, താലി, ഹാരം. എന്നെ കല്യാണം കഴിച്ചു. ഇംഗ്ലീഷ് നെക്ലസ്. അതെ, ഡയമണ്ട് നെക്ലസ് കൊടുത്തു. മാരേജ്. മാരേജിന്റെ
വേറെ ഒരു പേര്. കല്യാണം. പുതിയ സിനിമയാണോ? ആ കുറച്ച് 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 വലിയ പഴക്കമൊന്നുമില്ല എങ്കിലും വലിയ പുതിയതുമല്ല. അതിന് കാർഡ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കല്യാണം കഴിച്ചോ? അതിന് മാരേജിന്റെ വേറെ വേർഡാണ്. ഒരു ചെറിയ ക്ലൂ തരാൻ, ഇനി കാർഡ് കൊടുക്കുമ്പോ അതിനകത്തൊരു ഒരു കാർഡ്, നമ്മൾ ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുമ്പോ എന്താ അതിലുണ്ടാവുക? കല്യാണത്തിന് ഒരു കാർഡ് എന്താ പറയണം നമ്മൾ തന്നെ ആ കാർഡിന്? അത് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്റെ കല്യാണത്തിന് ചെല്ലുമ്പം സ്ക്രീനിലും അതേമാതിരി ഇങ്ങനെ പണ്ടത്തൊക്കെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുന്നു. ഇപ്പോഴും ഒട്ടിക്കൽ തന്നെയാണല്ലോ അല്ലെ? അപ്പൊ അതിന്റെ ഇടയിൽ ഒരു എല്ലാം ഒട്ടിച്ച് വെക്കും. അല്ല നമ്മ വെഡിങ്. ഓക്കേ 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 പിടിച്ച്. സെക്കൻഡ് ഇനി ഫസ്റ്റ്. എന്താ അത്? ഡാൻസ് ചെയ്യേ? ഊഞ്ഞാലാടുന്നു. ഫസ്റ്റ് വൺ. എങ്ങനെ മല കാണിക്കുന്നതാണ്? ഞാൻ മല കാണിച്ചിട്ട് പിന്നെ ബാറ് കാണിക്കാന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതിനുള്ള അവസരം കൊടുത്തില്ല കേട്ടോ അരുൺ. എന്തായാലും അടുത്തത് എനിക്ക് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് പറയാം. എനിക്ക് കുഴപ്പമില്ല. ഇനി അടുത്തത് അരുൺ നല്ലോണം അഭിനയിച്ച് തകർത്തോളൂ. ഇനിയുണ്ടോ? ഓഹോ, പിടിച്ചോളൂ. അയ്യോ നിസ്സാരം നിസ്സാരം. വെരി സിമ്പിൾ. അല്ല മലയാളം. മിണ്ടരുത്. ഓഡിയൻസിനെ കാണിച്ചില്ലേ? കണ്ടില്ലേ? നിങ്ങൾ കണ്ടല്ലോ. കിളി. 5 വേർഡ്സോ? ഇതെത്ര? ഇതെന്തത്? കുട്ടിക്ക് അറിയില്ല. 5. ഇതെത്ര? 5. അല്ല 5. കിളി. 5 കിളിയല്ല, പകുതിയാണത്. 5. 5ന്റെ ഹാഫ്. 5ന്റെ ഹാഫ് എന്താ? 5ന്റെ ഹാഫോ? 5 ഹാഫ്. 5 അല്ല, എത്ര വേർഡ്സ് ഉണ്ട്? 5 വേർഡ്സ്. ഒരു വേർഡ്. ഒരു വേർഡേ ഉള്ളൂ. 5. 5. 5ന്റെ പതി 2.5. 2.5. 5. ഓക്കെ. കിളിയുടെ തല വെട്ടി. 5 ഫുള്ളും എന്നിട്ട് ഹാഫ്. ആ വേർഡിന്റെ ഹാഫ് ആണ് പറയുന്നത്. അത് മലയാളീകരിച്ചിട്ട് പറയണം അല്ലേ? 5 കല്യാണം. 5ര കല്യാണം. അത് മാത്രം സിമ്പിൾ ആയിട്ട്. എന്തായാലും ഇതും അടിച്ചു പൊളിച്ചു. എന്തായാലും കുസൃതി ചോദ്യം അടിച്ചു പൊളിച്ചു, തമിഴ്നാടും അടിച്ചു പൊളിച്ചു. നന്നായിട്ട് കിടലായിരുന്നു. കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറിയിൽ നമുക്ക് എടുക്കാം ഒരു ചെറിയ ബ്രേക്ക്. തിരിച്ചു വരാം. കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറി. അരുൺ, അർച്ചന രണ്ടുപേരും കോമഡി സൂപ്പർ നൈറ്റ് വേദിയിൽ വന്ന് ഇത്രയും നേരം ചെലവഴിച്ചതിൽ ഒരുപാട് സന്തോഷം. മുത്തുഗൗ സൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ. നിങ്ങളുടെ കരിയറിൽ അതൊരു വലിയ മാറ്റം തന്നെ സൃഷ്ടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇനി എന്താണ് പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാവരും പോയി മുതുകൗ കാണണം. ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്തിട്ട് പോവരുത്. എന്നാലും കുറച്ച് ചെറിയ ചെറിയ സർപ്രൈസ് ഒക്കെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് അഷ്യൂർ ചെയ്യുന്നുണ്ട് നമ്മൾ. വേറെ ഒരിക്കലും ബോറടിക്കത്തില്ല. ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന മൂവിയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹാപ്പി ആയിരിക്കും. കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറിയിൽ നമുക്ക് എടുക്കാം ഒരു ചെറിയ ബ്രേക്ക്. കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ചുങ്കത് ജ്വല്ലറിയിൽ ഇനിയും ഒരുപാട് തമാശകളും ഒരുപാട് രസങ്ങളുമായി നമ്മൾ വീണ്ടും കാണാം. Till then you all take care and bye.